ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. അത് നമ്മൾ നാരങ്ങയുടെ തൊലി ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ തൊലി മിക്കവാറും പേര് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് കളയേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ച് ശേഖരിച്ച് വെച്ച് നല്ല അടിപൊളിയായിട്ടുള്ള അച്ചാറുണ്ടാക്കിയെടുക്കാം. അതും നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയ അച്ചാർ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനോടെ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി എന്ന് കാണാം. അപ്പോൾ ആവി കയറ്റിയെടുത്ത നാരങ്ങയുടെ തൊലി, നാരങ്ങയുടെ തോട് നാലായിട്ടോ രണ്ടായിട്ടോ ഒക്കെ ഇതുപോലെ മുറിച്ചെടുത്തതിന് ശേഷം ഉപ്പും ചേർത്ത് നല്ലപോലെ കുലുക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 2-3 ദിവസമായി. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുലുക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇനി നമുക്കിത് കറി ഉണ്ടാക്കാം. അതിന് വേണ്ടി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഒരു 2-3 പച്ചമുളക്, ഇതെല്ലാം നമുക്കിനി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലൊരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ സൺഫ്ലവർ ഓയിലോ നല്ലെണ്ണയോ ഒക്കെ വേണമെങ്കിൽ എടുക്കാം. നമുക്കിതിൽ കടുക് ഇട്ട് കൊടുക്കാം. നമുക്കൊരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളക്, ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ അച്ചാറിന് ഒരു പുളിക്ക് വേണ്ടി ഞാൻ ചേർക്കുന്നത് വാളം പുളിയാണ്. ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് നല്ലപോലെ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിന് ഫ്ലെയിം നല്ലപോലെ കുറച്ചതിന് ശേഷം നമുക്ക് ഈ പൊടികൾ ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി. ഇത് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കാം, പൊടി കരിഞ്ഞു പോകരുത്. അച്ചാറിന് നല്ലൊരു കൊഴുപ്പ്, തിക്നെസ് കിട്ടാൻ വേണ്ടി ഇപ്പോൾ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത് ഡേറ്റ്സ് ആണ്. ഇത് നമുക്ക് കുരു കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഉപ്പിലിട്ട് വെച്ചിരുന്ന നാരങ്ങ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഉപ്പിട്ട് വെച്ചിരുന്ന നാരങ്ങ ചേർത്ത് കൊടുത്തു, ഡേറ്റ്സും ചേർത്ത് കൊടുത്തു. ഇപ്പോൾ നമ്മൾ ഉപ്പിലിട്ട് വെച്ചിരുന്ന നാരങ്ങയും നമ്മൾ ഇപ്പോൾ ചെറുതാക്കി അരിഞ്ഞെടുത്ത ഡേറ്റ്സും ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഉപ്പ്, പുളി എല്ലാം, ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തിളച്ചിട്ടുണ്ട്, ഉപ്പ് കുറവാണ്, ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്കിതിൽ കുറച്ച് മധുരം ചേർത്ത് കൊടുക്കാം. ഞാൻ പൊടിച്ച ശർക്കര ചേർത്ത് കൊടുക്കാം. കയ്പ്പൊക്കെ ഒന്ന് കുറയാനായി നമുക്ക് മധുരം ചേർക്കാം. നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് നമ്മുടെയൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ചുകൂടെ തിക്നെസ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ചേർത്ത് ഒന്നുകൂടെ തിളപ്പിച്ച് നമ്മുടെ ആവശ്യത്തിനുള്ള തിക്നെസ് ആക്കി എടുക്കാം. അടച്ചു വയ്ക്കാം. അപ്പോൾ അവസാനമായി ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു. ഉപ്പ്, പുളി, മധുരം എല്ലാം ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തു. നമ്മുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇത് നമുക്ക് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. കണ്ണാടി ഭരണിയിലാക്കി നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.